അള്ളാഹുവിന്റെ പൂതിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അള്ളാഹു ചെറുങ്ങനെ പൂതിയുള്ള ഒരാളാണ്. ചെറുങ്ങനെയല്ല, ഭയങ്കര അത്യാഗ്രഹമുള്ള ഒരു ആളാണ് എന്ന് മാത്രമല്ല, അത്യാഗ്രഹത്തിന്റെ പുറകെ അമളി പറ്റിയ ഒരു ആൾ കൂടിയാണ്, ഒരു വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ശക്തി കൂടിയാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ പൂതിയും അതിൽ അള്ളാഹുവിനെ പറ്റിയ അമളിയുമാണ് ഇന്നത്തെ വിഷയം. പല ആളുകൾക്കും നമ്മളുടെ അടിയിലൊക്കെ സാധാരണ മനുഷ്യന്മാരുണ്ട്, അവർക്ക് അള്ളാഹിനെ പോലെയുള്ള വലിയ വലിയ പൂതികളായിരിക്കും, ഭയങ്കരമായിട്ടുള്ള പൂതി, ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളുള്ള പല മനുഷ്യരെയും നമുക്ക് ചുറ്റും നമ്മൾ കാണാൻ പറ്റും. അത്തരം ആളുകൾക്കൊക്കെ അവസാനം അള്ളാഹുവിന് പറ്റിയത് തന്നെയാണ് സംഭവിക്കുക എന്നൊരു ഗുണപാഠം കൂടി ഇതില് ഭംഗ്യം നിറയണ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളത് പറയുന്നതല്ല, അതിനകത്ത് ഉള്ളതാണ്. അപ്പൊ എന്താണ് അള്ളാഹുവിന്റെ പൂതി? എന്തായിരുന്നു അള്ളാഹുവിന് എന്തിന്റെ കേടായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അള്ളാഹുവിന് അർഷും കുർസും അത് താങ്ങി നിൽക്കാനുള്ള മലക്കുകളും മുഴുവൻ സമയം സ്തുതി പാടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട, അനുസരണക്കേട് എന്നൊരു പ്രശ്നമേ ഇല്ലാത്ത ഒരു വൃന്ദവും, മലക്കുകളുടെ വൃന്ദവും, അതിന്റെ ഒത്ത നടുക്ക് അർഷിലിരുന്ന് കുർസിലേക്ക് കാലും കയറ്റി വെച്ചിരിക്കുന്ന അള്ളാഹുവും, ചുറ്റും നടന്ന് പഠിച്ചോനെ ജന്നെ വലിയോനെ, പഠിച്ചോനെ ജന്നെ വലിയോനെ, ഇജില്ലെങ്കിൽ ഒന്നും നടക്കൂലായിരുന്നു എന്ന് പറയുന്ന, അത് മാത്രം പറയാൻ വേണ്ടി മാത്രം മലക്കുകളൊക്കെ ഉള്ള ഒരു കാലം. ആ കാലം നിങ്ങളൊന്ന് ആലോചിക്കാം. അപ്പോ ആ കാലത്ത് അള്ളാഹുവിന് ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. അള്ളാഹു വെറുതെ ഇരിക്കുന്നു, മലക്കുകൾ ചുറ്റും നടക്കുന്നു, അള്ളാഹു കാല് കയറ്റി വെച്ചിരിക്കുന്നു, അർഷിലിരിക്കുന്നു, കുർസിലേക്ക് കാല് കയറ്റി വെച്ചിരിക്കുന്നു, ചുറ്റും സ്തുതിപാഠക വൃന്ദം മാത്രമാണ്. വിമർശിക്കാൻ ആരുമില്ല, വിമർശിച്ചാൽ ആളുകളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല, വഴിതെറ്റിക്കാൻ ഇബിലീസുകളില്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെ സ്വസ്ഥം സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് പിന്നെ ഈ മനുഷ്യന്മാരെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത്? നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ മലക്കുകൾ എന്തിനാ സൃഷ്ടിച്ചതെന്നുള്ളൊരു ചോദ്യം കൂടി അതിന്റെ കൂടെ വരും. കാരണം അള്ളാഹു എന്ന് പറയുന്നതാണ് ആദ്യവും അന്ത്യവും ഇല്ലാത്ത ആള് വിശ്വാസപരമായിട്ട്. അപ്പൊ ബാക്കി അർഷാണെങ്കിലും കുർസാണെങ്കിലും ബാക്കി എന്താണെങ്കിലും മലക്കാണെങ്കിലും ഒക്കെ എന്താവണം? അള്ളാഹു സൃഷ്ടിച്ചതാവണം. ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ മലക്കുകളെ അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഇങ്ങനെ സ്തുതി പാടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ അർഷ് സൃഷ്ടിക്കുമ്പോൾ താങ്ങി പിടിക്കാനും ആള് വേണമല്ലോ, അങ്ങനെ ആയിരിക്കാം. അപ്പൊ എന്തായാലും അങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് നമ്മളെ സിംസാർ ഹക്ക് പറയുന്നത്. അതായത് ഈ അർഷും കുർസും അതേപോലെ തന്നെ അള്ളാഹുവിനെ താങ്ങി നിർത്തുന്ന മലക്കുകളും ഈ സ്തുതിപാഠക വൃന്ദവും ഒന്നും ഉണ്ടാവുന്നതിന് മുമ്പ് അള്ളാഹു ഏകനായിരുന്നു. അള്ളാഹു ഏകനാണ്, അള്ളാഹുവിന് ആദ്യം അവസാനമില്ല, അള്ളാഹു എക്കാലത്തുള്ളതാണ്, മാറ്റമില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണം, ആ വിശേഷണത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒന്നുമില്ല, അള്ളാഹു അല്ലാത്തത് ഒന്നുമില്ലാത്ത ഒരു കാലം, ഒരു ലോകം, അല്ലെങ്കിൽ ഒരു അവസ്ഥ. അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി മാത്രമുണ്ട്, ബാക്കിയെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ആകെയുള്ളത് ഈ ഒരു ശക്തി മാത്രം. ഈ ശക്തിയാണ് ആകെ ഉള്ളൂ എന്നതിന്റെ തെളിവ് എന്താണ്? അതും ആ ശക്തിയാണ്. ആ ശക്തി അല്ലാത്തത് ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അള്ളാഹ്ക്ക് ബോധം ഉണ്ട്, അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താ കാണുക? ഒന്നുമില്ലല്ലോ, കാണാനൊന്നുമില്ല. അള്ളാഹു കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒന്നുമില്ലല്ലോ. അള്ളാഹുവിന് എന്തെങ്കിലും കാണണമെങ്കിൽ എന്തെങ്കിലും വേണം. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു റൂമിനകത്ത് ഇരുന്നിട്ട് നമ്മൾ ക്യാമറയിലേക്ക് നോക്കിയതാ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യേണ്ടത്, അത് അള്ളാഹുവിന് കാണാം. ഇത് പല മുറികളിൽ ഇരുന്ന് പല ആളുകൾ പലയിടങ്ങളിൽ ഇരുന്ന് യൂട്യൂബിൽ ഓപ്പൺ ചെയ്തിട്ട് പലരും ടിവിയിലും മൊബൈലിലും ഒക്കെ ആയിട്ട് ഇതിനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന് അതിങ്ങനെ കാണാം. നിങ്ങൾ ഇതിനു മുമ്പ് ഈ വീഡിയോ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് അള്ളാഹുവിന് അറിയാം. നിങ്ങൾ ഏത് നെറ്റ് ഉപയോഗിക്കണം, നിങ്ങളെ വൈഫൈന്റെ പാസ്വേഡ് ഒക്കെ അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ അള്ളാഹു നേരിട്ട് കേൾക്കണ്ടാവും. ഇതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കൂ, അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, ബുദ്ധി, അറിവ് മാത്രമല്ല, അള്ളാഹുവാണ് കുതന്ത്രം പ്രയോഗിക്കുന്നവൻ. തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും മിടുക്കൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു എന്തോന്നെടുത്തിട്ട് കുതന്ത്രം പ്രയോഗിക്കും, തന്ത്രം പ്രയോഗിക്കും? ഈ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒരാൾക്കും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരവസ്ഥയാണിത്. അപ്പൊ ഇത് വല്ലാത്ത പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് അള്ളാഹു പിന്നെ തിരിച്ചറിയും. അള്ളാഹുവിന് ബോറടിക്കുകയാണ്. കാരണം എല്ലാം കഴിവുണ്ട്, പക്ഷെ അത് വിനിയോഗിക്കാനൊന്നും ഇല്ലല്ലോ. എല്ലാം കാണാം, എല്ലാം കാണണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഒന്നുമില്ല, ആകെ ഉള്ളത് അള്ളാഹു മാത്രമാണ്. ഒരു ശബ്ദമില്ല, കാരണം എല്ലാ ശബ്ദങ്ങളും അള്ളാഹു സൃഷ്ടിച്ചതാണ്, വേറെ ശബ്ദങ്ങളൊന്നുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ കേഴ്ചക്കോ, കേൾവി ശക്തിക്ക് എന്താ പിന്നെ ഉപകാരം? ഒന്നുമില്ല. തന്ത്രം പ്രയോഗിക്കാൻ അള്ളാഹ്ക്ക് നല്ലോണം അറിയാം, പക്ഷെ അള്ളാഹുവിന് തന്ത്രം പ്രയോഗിക്കാൻ എന്തേലും വേണ്ടേ? ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന് അള്ളാഹ്ക്ക് ബോറടിച്ചു എന്നാണ് ഖുദ്സിയായ ഹദീസ് എന്ന രീതിയിൽ ഇവിടെ സിംസാർ ലക്ക് പറയുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഈ അവസ്ഥ മനസ്സിലായെങ്കിൽ മാത്രമാണ് ഈ സൃഷ്ടിപ്പിന്റെ ഗുട്ടൻസ് നിങ്ങൾക്ക് പിടിച്ചു കിട്ടുള്ളൂ. മനസ്സിലായവർ മനസ്സിലായി എന്ന് കമന്റ് ചെയ്തു. അള്ളാഹുവിന്റെ ഒരു ദുരവസ്ഥകൾ ആലോചിക്കണം. ഏകാന്തത, ആരുമില്ല, മിണ്ടാനും പറയാനൊന്നും ആരുമില്ല,
പൊക്കി അടിക്കാനോ വിമർശിക്കാനോ നിലത്തിട്ട് ചവിട്ടാനോ ഒന്നിനും ആളില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ ഒന്നും നമുക്ക് എന്തായാലും വരില്ല. നമുക്ക് ഒന്നുകിൽ അനുകൂലിക്കാനോ അല്ലെങ്കിൽ നമ്മളെ തകർക്കാനോ ആൾക്കാർ എപ്പോഴും സജീവമായിട്ട് വർക്കിങ്ങിലായിരിക്കും. ചിലപ്പോൾ ഓരോരുത്തരായിരിക്കും, ചിലപ്പോൾ കൂട്ടമായിട്ടായിരിക്കും, ചിലപ്പോൾ അവിഹിത കൂട്ടുകെട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ UA ടീമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കൂട്ടുകെട്ടുകൾ പുതിയതുണ്ടാവും. അപ്പൊ അങ്ങനെ പലതും ഉണ്ടാവും. ഒന്നുമില്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥ. ഏഷ്യാനെറ്റിൽ വല്ലാത്തൊരു കഥ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ, ഒന്നും കേൾക്കാനോ കാണാനോ ഇല്ലാതെ, ഒന്നും ഒരു നേരം പോക്കിനൊരു കുന്തവും ഇല്ലാതിരിക്കുന്ന അള്ളാഹുവിന്റെ കഥ, അത് വല്ലാത്തൊരു കഥയാണ് എന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് സിംസാലൊക്കെ പറഞ്ഞത്. വളരെ അധികം ചിന്തിക്കേണ്ടതും ആഴത്തിൽ ചിന്തിക്കേണ്ടതും ഒരു ദൈവത്തിന്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ദൈവം ഒരു കാലഘട്ടം വരെ, എന്തായാലും ഒരു കാലഘട്ടം വരെ ദൈവം അനുഭവിച്ച ഒരവസ്ഥ ലോകത്ത് ഒരാൾക്ക് ഒരിക്കലും സംഭവിക്കരുതേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് അള്ളാഹു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ അവസ്ഥയെക്കുറിച്ച് സിംസാറിലൊക്കെ പറയുന്നു. ആ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന് അപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് അറിയാം. ഞാൻ അങ്ങനെ മുത്തും പവിഴോ മീൻസ് എന്താണ് ചിപ്പിക്കുള്ളിൽ ഒളിപ്പിച്ച ഒരു മുത്തായിട്ട് അള്ള ഇങ്ങനെ കിടക്കുകയാണ്, ഒരു നിധിയാണ്. പക്ഷെ ഇത് കാണാൻ ആരും ഇല്ലെങ്കിലോ, കേൾക്കാൻ ആരും ഇല്ലെങ്കിൽ ഈ നിധി കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ്. ഏതൊരു മലയാള പാട്ടുണ്ട് അങ്ങനെ, അല്ലെ? അല്ലാഹു പറയുകയാണ് ഖുദ്സിയായ ഹദീസിൽ, ഞാൻ അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു. അതാണ് അറിയപ്പെടാതെ കിടന്ന ഒരു നിധി. അവിടെ വെറുതെ ഒരാവശ്യമില്ലാതെ കിടക്കുന്ന ഒരു നിധിയായിരുന്നു ആര്? അള്ളാഹു. അതാണെങ്കിൽ എല്ലാ കാലത്തും ഉണ്ട്. അതിന് തുടക്കമില്ല ഒടുക്കമല്ല കേട്ടോ. ആ നിധിക്ക് തുടക്കം ഒടുക്കൊന്നുമില്ല. അങ്ങനെ കിടന്നപ്പോ അള്ളാഹ്ക്ക് ഒരു പൂതി, ഞാൻ ഇങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു നിധിയായിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇത് അറിയപ്പെടുന്ന ഒരു നിധി ആകണം. എല്ലാവരും ഇന്നൊന്ന് അറിയണം, ഇന്ന നാലാൾ അറിയണം, ഇന്ന നാലാൾ പൊക്കി പറയണം, ഇന്ന നാലാൾ സ്തുതി പാടണം, എനിക്ക് ഒരു ഫാൻസ് സംഘം വേണം, എനിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊക്കെ വെട്ടാനും ചാവാനും കൊല്ലാനും തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ വേണം. അങ്ങനെ ഒരു ലോകം വേണം. എന്റെ പേര് പറഞ്ഞിട്ട് കോലാഹലങ്ങൾ നടക്കണം, തമ്മിത്തല്ലണം, ഇങ്ങനെയൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ രസം. നമ്മൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മതം ഇങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള പാകപ്പിഴകളാണ് നമ്മൾ ഇസ്ലാമിനകത്ത് കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇനി ഖുദ്സിയായ ഹദീസ് എന്താണെന്നുള്ളതുണ്ട്. ഈ ഹദീസ് ഈ തള്ളു കഴിയട്ടെ എന്നിട്ട് ഞാൻ ഹദീസിനെ കുറിച്ച് പറയാം. ഇവർക്ക് എന്തു ആവാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഹദീസ്. ഖുദ്സിയായ ഹദീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ ആരാലും അറിയപ്പെടാതെ കിടന്ന നിധിയായ അള്ളാഹുവിന് ഉള്ളിൽ ഒരു മോഹം ഉദിച്ചു. അള്ളാഹ്ക്ക് ഒരു പൂതി, ഞാൻ ഇങ്ങനെ ആരാലും അറിയപ്പെടാതിരുന്നാ പോരാ, ഇന്ന നാലാൾ അറിയണം. ഞാൻ ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരു നിധിയായിരുന്നു. എനിക്ക് അറിയപ്പെടണം എന്ന ഒരു ഹുബ്ബ് വന്നു, ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ പടച്ചത്. മനുഷ്യരും ജീവജാലങ്ങളും പ്രപഞ്ചവും ആകാശലോകങ്ങളും താരസമൂഹങ്ങളും അള്ളാഹു പടച്ചത് അള്ളാഹുവിനെ അറിയപ്പെടാൻ അള്ളാഹു ആഗ്രഹിച്ചപ്പോഴാണ്. അപ്പൊ വെറുതെ കുത്തിയിരിക്കുന്ന അള്ളാഹുവിന് ഒരു പൂതി, ഇന്ന നാലാൾ അറിയണം. അപ്പൊ അള്ളാഹു അതിനു വേണ്ടി എന്ത് ചെയ്തു? ഇപ്പൊ നമ്മള് കണ്ടിട്ടും തീരാത്ത, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത, പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് അനുഭവം മീൻസ് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനും പറ്റാത്ത അത്രയും വലിയ ഒരു അണ്ടകടാഹം പടച്ചു. പ്രപഞ്ചം പടച്ചു, സൗരയൂഥങ്ങൾ പഠിച്ചു, നക്ഷത്ര സമൂഹങ്ങൾ പടച്ചു, ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കി, ബിഗ് ബാങ് ഉണ്ടാക്കി. അങ്ങനെ ആകാശവും പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടും പിന്നെ അത് ആകെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു. ആകെ ഒരു നമ്മൾ ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ച പോലെ കിടക്കുകയായിരുന്നു പ്രകൃതി. പിന്നെ അന്ന് അള്ളാഹു അത് കുത്തിയിരുന്നത് വേർപ്പെടുത്തി. പിന്നെ ഓരോന്നോരോന്ന് ആകാശത്തിന് ഒരു മേലാപ്പായിട്ട് ഇങ്ങനെ ഒരു തൂണുകൾ, കാണാത്ത അദൃശ്യമായിട്ടുള്ള തൂണുകളിൽ ഒരു മേലാപ്പ് പോലെ ഉണ്ടാക്കി ഒരു ഭൂമിയൊക്കെ സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് അള്ളാഹു ഈ സൃഷ്ടിപ്പൊക്കെ നടത്തിയത്. പിന്നെ ആളായി എന്താ പറയാ, ആളും ബഹളമായി, എന്തായി. ഇപ്പം വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ അച്ഛൻ തെങ്ങമ്മ കയറി, ലാസ്റ്റ് തെങ്ങുമെന്ന് തലയടിച്ച് താഴെ വീണു. പിന്നെ ആളുകളായി, ബഹളമായി, ആംബുലൻസ് ആയി, അല്ലെ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയാണ് അള്ളാഹുവിന് ഉണ്ടായത് എന്നാണ് ഇദ്ദേഹം പറയണത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ സംസാരിച്ച അള്ളാഹു ആദ്യം സൃഷ്ടിച്ച ഈ നേരം പോക്കിന് സൃഷ്ടിച്ച നരകവും, അള്ളാഹു ആ നേരം പോക്കിൽ നരകത്തിലേക്ക് ആളെ തള്ളിയിടാൻ വേണ്ടിയിട്ട് പിഴപ്പിക്കുക, അത് ബുദ്ധി കൊടുക്കുക, വിവേകം കൊടുക്കുക, എന്നിട്ട് പിഴപ്പിക്കാൻ ഇബിലീസിനെ സെറ്റാക്കുക, എന്നിട്ട് ഇവരെ കൊണ്ടുപോയിടാൻ നരകം കൊടുക്കുക. അള്ളാഹുവിന്റെ നേരം പോക്കിന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കെണികൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ഇന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലെ? അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ സംസാരിച്ചാണ്. നരകവും ഇബിലീസും സ്വർഗവും കഥകളൊക്കെ നമ്മൾ മുമ്പേ സംസാരിച്ചതാണ്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ അറിയപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചു, മലക്കുകൾ സൃഷ്ടിച്ചു. മലക്കുകൾ നിന്ന് ഇത് പറയാൻ തുടങ്ങിട്ടോ. എന്നിട്ടും അള്ളാഹ്ക്ക് തൃപ്തി വരുന്നില്ല. ഇങ്ങനെ കുറെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി. മലക്കൾക്ക് അറിയാം അള്ളാഹുവിനെ, മലക്കൾക്ക് ആകെ അറിയാവുന്ന അള്ളാഹുവിനെയാണ്. അള്ളാഹു എന്താണോ പറയണത് അത് ചെയ്യുക. അള്ളാഹുവിനെ ഇങ്ങനെ പൊക്കി അടിക്കണം, അള്ളാഹുവിനെ അറിയപ്പെടുന്ന ആഗ്രഹം ഉണ്ടെന്നുള്ള മലക്കൾക്ക് അറിയാം.
അതുകൊണ്ട് മലക്കുകൾ ചുറ്റും നടന്ന് ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹു കേൾക്കും, അർഷിലിരിക്കും, കുർസിലെ കാല് വെക്കും, അടിപൊളിയായിട്ട് അങ്ങനെ കഴിഞ്ഞു പോവാണ്. അതിന്റെ ഇടയിൽ അള്ളാഹ്ക്ക് ഒരു പൂതി തോന്നി, നമുക്ക് കുറച്ച് കത്തി ആളുന്ന നരകം സൃഷ്ടിച്ചളയാമെന്ന്. അങ്ങനെ നരകം ഇങ്ങനെ വെറുതെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഒരു രസം. അങ്ങനെ സ്വർഗം പണിതു. സ്വർഗത്തിലാണെങ്കിൽ പാലിന്റെ പുഴ, തേനിന്റെ പുഴ, അങ്ങനെ ഹലാക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക. അപ്പൊ നരകം ഇങ്ങനെ വെറുതെ കത്തി കരിയണം. അപ്പൊ വെറുതെ ഒരു അടുപ്പ് ഇങ്ങനെ കത്തി കിടക്കണം, നമ്മൾ അതിന്റെ മുകളിൽ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെറുതെ ഒരു കടുക് ഇടുമല്ലോ, ഒന്നുമില്ല, വെറുതെ അടുപ്പ് ഇങ്ങനെ കത്തുന്നു എന്ന്. നമുക്ക് പണ്ടൊക്കെ വിറകടുപ്പാണെങ്കിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അടുപ്പ് വെറുതെ കത്തും. അപ്പൊ ഒരാവശ്യമില്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ ഒരു ഇച്ചിരി വെള്ളമെങ്കിലും ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉമ്മമാരെന്ത് ചെയ്യും, ഒരു കലം വെള്ളം എടുത്തിട്ട് അടുപ്പിന് മുകളിൽ വെക്കും. എന്നതുപോലെ അള്ളാഹു നരകം വെറുതെ ഇങ്ങനെ കത്തല്ലേ, എന്നാ പിന്നെ ഇതിലേക്ക് എന്തെങ്കിലും ഇടണ്ടേ. അപ്പൊ അങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചത്. അത് വേറെ കഥ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നരകം സൃഷ്ടിച്ചിട്ടുണ്ട്, അതിന് മുമ്പ് ജിന്നുണ്ട്. അപ്പൊ ഈ കോംപ്ലിക്കേഷൻസ് നമ്മൾ പിന്നെ സർവശക്തനായ പിശാചി എന്നോ അങ്ങനെ എന്തോ ഒരു പേരിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ സൃഷ്ടിപ്പിന്റെ തമാശയൊക്കെ പിന്നെ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഇത് അറിയപ്പെടണം. ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഇവരൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് ആ ഒരു അറിയലും കിട്ട് ശരിയാവണില്ല. അള്ളാഹ് മലക്കുകളാണെങ്കിൽ ഏകപക്ഷീയമായിട്ട് നിന്ന് സ്തുതി പാടുകയാണ്. അപ്പൊ പിന്നെ ഒരു ഫീൽ കിട്ടുന്നില്ല അള്ളാഹ്ക്ക്. അങ്ങനെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആകുമ്പോൾ പടക്കം പൊട്ടും, വെടിയൊച്ച കേൾക്കും, അമ്പുമില്ലുണ്ടാവും, വാളെടുത്ത് മിന്നും, പല കലാപരിപാടികളും. മനുഷ്യനെ സൃഷ്ടിച്ചാൽ ആകെ ജഗ പുകയാവും. അങ്ങനെയാണ് അള്ളാഹു ആരാധിക്കാൻ വേണ്ടി എന്ന പേരിൽ മലക്കുകളോട് പറഞ്ഞിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ അള്ളാഹുവിന് വിശ്രമമില്ലാത്ത വിനോദവേളകളാണ്. അള്ളാഹുവിന് പല സമയത്ത്, ഇന്നിപ്പം വീണ്ടും ഒരു വിനോദ വാർത്ത അള്ളാഹുവിന് അറബ് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന് ഇത് ഇങ്ങനെ ഒരു രസം. ശരിക്കും മനുഷ്യന്മാര് സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ജീവിതം ആലോചിക്കും. മനുഷ്യർ എന്നൊരു വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തൊരു ജീവിതമായിരിക്കും അള്ളാഹുവിൻ്റെത്. എന്നിട്ട് അള്ളാഹ് പറയണത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ലോകം അവസാനിപ്പിക്കുന്നതാണ്. ലോകം അവസാനിപ്പിച്ച അള്ളാഹ് വീണ്ടും പഴയ ബോറടിയിലേക്ക് പോകില്ല. ഈ ലോകം അവസാനിക്കും, ഈ പ്രപഞ്ചത്തിന് ഒരു അവസാനം ഉണ്ടെന്ന് പറയണേ. ഈ പ്രപഞ്ചം അവസാനിച്ചാൽ വീണ്ടും അള്ളാഹു പഴയ ബോറടിയിലേക്ക് പോകില്ലേ? കാരണം അള്ളാഹുവിന് അവസാനമില്ലല്ലോ കൂട്ടരെ, അള്ളാഹുവിന് തുടക്കം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ തുടക്കമില്ലായ്മയിൽ നിന്ന് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന് ഇത് ഉണ്ടാക്കണം തോന്നിയത്? എത്ര കാലം കഴിയുമ്പോഴാണ് ഇത് അവസാനിപ്പിക്കുക? അത് കഴിഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്യും? പിന്നെയും ബോറടിച്ച് കുത്തിരിക്കോ? അപ്പൊ അത് വേറെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കി, വേറെ ഒരു നരകം ഉണ്ടാക്കി, വേറെ ഒരു സ്വർഗം ഉണ്ടാക്കി, അങ്ങനെ പോവും. എനിക്ക് അറിയായിട്ട് ചോദിക്കാണ്. നിങ്ങൾക്ക് അറിയണവരുണ്ടെ ഉത്തരം പറയും. വല്ലാത്ത ജാതി കുലുമാല തന്നെയാണ്. എന്തായാലും അപ്പൊ അങ്ങനെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. അറിയപ്പെടണമെങ്കിൽ മനുഷ്യന്മാരുടെ അടുത്ത് കിട്ടിയാൽ ആഘോഷിക്കുന്ന അത്ര വേറെ ആഘോഷിക്കൂല എന്ന് അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അള്ളാഹ് പിന്നെ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചത്. അറിയാൻ ആഗ്രഹിക്കുമ്പോൾ അറിയുന്നതാരാണ്? മനുഷ്യരാണ്. മനുഷ്യർക്ക് അള്ളാഹു ബ്രെയിന് കൊടുത്തു, തലച്ചോറ് കൊടുത്തു, ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു, കാര്യങ്ങൾ പ്രോസസ് ചെയ്യാനുള്ള കഴിവ് കൊടുത്തു. അള്ളാഹു നൽകുന്ന ഈ സിദ്ധി കൊണ്ട് പടച്ചതമ്പുരാനിലേക്ക് അടുക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ്. നമ്മളൊക്കെ ആ ഒരു നിയോഗത്തിന്റെ ഭൂമിയിൽ വന്നവരാണ്. അത്ര മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു നേരം പോക്കിന് നമ്മളെ ഭൂമിക്ക് അയച്ചു. അള്ളാഹ് ഉണ്ട് നമ്മൾ അറിയണം. അതറിയാൻ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നമുക്ക് ചിന്ത തന്നിട്ടുണ്ട്. ആ ബുദ്ധി വെച്ചിട്ട് നമ്മൾ അള്ളാഹ് ഉണ്ട് എന്ന് അറിയാം. അതറിയുമ്പോൾ അള്ളാഹ്ക്ക് ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. അപ്പൊ അള്ളാഹ്ക്ക് വീണ്ടും സന്തോഷമാവും. അത് കഴിഞ്ഞ് നമ്മൾ മരിക്കും. അപ്പോൾ അള്ളാഹ്ക്ക് സന്തോഷമാവും. പിന്നെ ഇവിടെ മഹ്ശറെ കൊണ്ടുപോയിടും. അപ്പോ അവിടെ തൂലാസിൽ ഇങ്ങനെ തൂക്കും ഓരോരുത്തർ കിതാബ്. അപ്പൊ അള്ളാഹ്ക്ക് വീണ്ടും സന്തോഷമാവും. പിന്നെ അള്ളാഹു ഒരു സിറാത്തിന്റെ ഒരു പാലിട്ടുണ്ട്. ആ പാലൊരു മുടി നാരേഴായി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് ഒരു മുടി 7 ഭാഗമായിട്ട് പിളർത്തിയിട്ട് അതിലത്തെ ഒരു പിളർപ്പ് കൊണ്ട് ഒരു പാലം കെട്ടും. താഴെ തീയായിരിക്കും. അപ്പൊ അതിന്റെ മുകളിലൂടെ നടന്നോളാൻ പറയും. കിതാബിൽ തൂക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ ഹെലാക്കിന്റെ പാലത്തുമ്പോ പിന്നെ കയറ്റുന്നത്? തുലാസിൽ തൂക്കിയാൽ കൃത്യം മനസ്സിലാവില്ലേ? എന്നാലും ഒരു രസം. അള്ളാഹു അണു കിട അല്ലെ, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതും, ഒരു അണിമണി തൂക്കം തിന്മ ചെയ്താൽ അതും തുലാസിലിട്ട് തൂക്കും. തുലാസിലിട്ട് തൂക്കി കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് തന്നെ അറിയാം. അതായത് നന്മ കൂടുതലുള്ള ആളുകൾക്ക് വലത്തെ കൈത്തെ കിതാബാണ് ആദ്യം കൊടുക്കുക, തിന്മ കൂടുതലുള്ള ആളുകളുടെ കിതാബ് ഇടത്തെ കയ്യിലാണ് കൊടുക്കുക. ഇതൊക്കെ ഉണ്ട്. വലതും ഇടതൊക്കെ നന്മയും തിന്മയുടെ പ്രതീകങ്ങളാണ്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇതിനൊക്കെ കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയാം. നമ്മൾ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാന്നൊക്കെ ഇഷ്ടംപോലെ സൂചന ഉണ്ട്. അപ്പൊ വലത് കയ്യിൽ കിതാബ് കൊടുത്തിയൊരു സ്വർഗത്തിലായിരിക്കും. എന്നിട്ട് ഇത് തൂക്കും. ഈ നന്മയും തിന്മയും പ്രത്യേകം തുലാസിലിട്ട് തൂക്കും. അപ്പം ഒരു തുലാസിൽ നന്മയും, അതായത് ഇടത് ഭാഗത്തായിട്ട് തിന്മ വെക്കുക, വലത് ഭാഗത്ത് നന്മയും വെക്കും. തുലാസിൽ ഇങ്ങനെ നോക്കും, ഡിജിറ്റലായിരിക്കും. അങ്ങനെ നോക്കുമ്പോ നന്മ അധികം തൂങ്ങിയാൽ സ്വർഗത്തിലേക്ക്, തിന്മ അധികം തൂങ്ങിയാൽ നരകത്തിലേക്ക്. ഇതാണ് കഥ. അല്ല കൂട്ടരെ, പിന്നെന്തിനാണ് ഈ മുടിന്റെ പാലം? പിന്നെന്തിനൊരു പാലം? ഒരു മുടി 7 പീസാക്കി മുറിച്ച് അതിലൊരു പീസ് മീൻസ് പിളർത്തിയിട്ടോ അതിന്റെ അത്രയും 7-1 കനത്തിൽ ഒരു മുടി കൊണ്ട് ഒരു പാലം കെട്ടിട്ട നരകത്തിന്റെ മുകളിൽ കൂടി. അപ്പൊ ഈ നരകത്തിലെ തീ കൊണ്ട് ഈ മുടി ഉരുകൂലെന്നൊന്നും ചോദിക്കരുതിട്ടാ. ആ ജാതി ചോദ്യം ഒന്നും ചോദിക്കാൻ പാടില്ല. കാരണം തലയോട്ടിയൊക്കെ പിളർന്ന് തലച്ചോറൊക്കെ തിളച്ച് മറിയുന്ന തീയാണ് നരകത്തിന്റെ തീ.
പക്ഷെ അതിന്റെ മുകളിലാണ് ഈ മുടിനാര് 7 പിന്നെ ഭാഗമായിട്ട് കീറിയിട്ട് അതിന്റെ മുകളിലൂടെ പാലം കെട്ടുന്നത്. അപ്പൊ ഈ മുടി ഉരുകുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ഇനിയിപ്പോ പണ്ഡിതന്മാര് സനതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു തരേണ്ടി വരും. ഇരുമ്പൊക്കെ പഴുത്തിട്ട് ഇരുമ്പ് ലായനിയൊക്കെ ഉണ്ടാവും, ഇരുമ്പ് ലാവകളായിട്ട് തലച്ചോറൊക്കെ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് പുറത്തോട്ട് ഒഴുകുന്ന തീയിലും, പക്ഷെ മുടിനാര് അതിന്റെ മുകളിൽ നല്ല വെടിപ്പായിട്ട് ഇരിക്കും എന്നാണ്. എന്തായാലും ആ മുടിയുടെ നാരിന്റെ മുകളിൽ കൂടി നടക്കും. അപ്പൊ ഇങ്ങനെ ആൾക്കാർ പലരും കുതിരപ്പുറത്ത് പോകുന്ന പോലെയൊക്കെയാണ് പോകാന്നാണ്. ചിലവരിങ്ങനെ ഒട്ടകത്തിന്റെ പോലെ, ചിലർ ആമേനെ പോലെ ഇങ്ങനെ വീഴാതെ ഇങ്ങനെ പോകും. അപ്പൊ ചിലവരൊക്കെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് എത്തി എന്ന് തോന്നുമ്പോഴേക്കും ചിലപ്പോൾ താഴത്തേക്കാണ് വീഴും. അവർ വല്ലാത്തൊരു ഒരു രസം. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിനൊരു രസമാണ്. കാരണം അള്ളാഹുവിന് ഇതൊക്കെ അറിയപ്പെടണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അള്ളാഹു ഈ കുലുമാലും അത്രയും ഒപ്പിച്ചത് എന്ന് വെക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ മുടിയാണോ കാന്തപുരത്തിന്റെ കൈ? അതാണ് ഇപ്പൊ സംശയം. കാരണം ഇത്ര ഇങ്ങനെ 2-3 വർഷം കൊണ്ട് 1/2 സെന്റിമീറ്റർ ഒക്കെ നീളുന്നുണ്ടെങ്കിൽ ഇത് ലോകാവസാനം വരെ നീണ്ട ഒരു മുടി നബിന്റെ മുടിയാണോ കീറുന്നത് അറിയില്ല. കാരണം തീയിലിട്ടാ കത്താത്ത ഒരേ ഒരു മുടിയുള്ളൂ, അത് അള്ളാഹിന്റെ റസൂലിന്റെ മുടിയാണ്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും പാലത്തിന്റെ മുകളിൽ, നരകത്തിന്റെ മുകളിൽ പാലം കെട്ടാൻ മുഹമ്മദ് നബിന്റെ മുടി തന്നെ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. ഇത് AP അബൂബക്കർ മുസ്ലിയാർ അറിയണ്ട. അങ്ങനെയാണെങ്കിൽ പറയും നാളെ സിറാത്തിന്റെ മുകളിൽ കെട്ടാനുള്ള മുടി, 7 പിളർത്താനുള്ള മുടിയാണ് നമ്മളെ കയ്യിലിരിക്കുന്നത് എന്ന് ചിലപ്പം ഉസ്താദ് പറഞ്ഞുകൊണ്ട് വരും. ഉസ്താദ് പറഞ്ഞില്ലെങ്കിൽ ഉസ്താദിന്റെ മക്കൾ എന്തായാലും പറയും, ഒന്നും പേടിക്കണ്ട. അപ്പൊ അങ്ങനെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നീളുന്നത്. അത് അതിനൊരു കാരണമായിട്ട് പറയാം. ഇതൊക്കെ നമ്മളിപ്പോ ട്രോളാൻ പറയുന്നതാണ്, പക്ഷെ ഇതൊക്കെ എടുത്തിട്ട് സീരിയസ് ആയിട്ട് നാളെ മറ്റന്നാൾ അവതരിപ്പിക്കുമെന്നാണ് പിന്നെ പറയപ്പെടുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ ഒരു നേരമ്പോക്ക്. അറിയാം, നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോരോ നേരമ്പോക്കായിരിക്കൂലേ. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ വെറുതെ കുറ്റം പറയണ്ട. അള്ളാഹു ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയിലായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ നമ്മളോട് പ്രത്യേകിച്ച് അള്ളാഹ്ക്ക് ദേഷ്യമായിട്ടൊന്നല്ല. ഇനി നമ്മള് ഇതിനെ ഒന്ന് തമാശ ഒഴിവാക്കിയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. ചെറിയ 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, സിംസാറുൽ ഹക്ക് ഹുദവി വിശ്വാസികളെ ഇടയിൽ പ്രചരിപ്പിച്ച ഈ ഹദീസ് ഖുദ്സിയായ ഹദീസാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം റെഫറൻസ്, വിശ്വാസികൾ ചോദിക്കണേ ഇത് ഏതാണ് ഹദീസ്, ഇതിന്റെ റെഫറൻസ് എന്താണെന്നൊക്കെ ചോദിക്കണം. സഹീഹ് ബുഖാരിയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചാൽ അതിന് വാലും തലയില്ലാത്ത ഹദീസാണ് എന്ന് തള്ളുന്ന ആൾക്കാർ ഇപ്പോൾ സിംസാറുൽ ഹക്ക് ഉദ്ധരിച്ച ഈ ഖുദ്സിയായ ഹദീസ് എന്നറിയപ്പെടുന്ന ഹദീസിനെ കുറിച്ച് പ്രമുഖന്മാര്, പ്രത്യേകിച്ച് അൽബാനിന്റെ ഒക്കെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം എന്തായിരുന്നു, ഇബ്നു തൈമിയ്യന്റെ ഒക്കെ അഭിപ്രായം എന്തായിരുന്നു എന്ന് ചോദിക്കണം വിശ്വാസികൾ. എന്തെങ്കിലും ഒരു ഈ പൊതുപരിപാടി നടത്തും. ഇനി അതല്ല, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടി മാത്രം പരിപാടി നടത്തുന്ന ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചോളൂ, ഈ ഖുദ്സിയായ ഹദീസ് ആണോ, ഇത് ശരിക്കുള്ളതാണോ, അതോ OV വിജയൻ ഹദീസാണോ, അതോ ഏതെങ്കിലും സൂഫി വര്യന്മാർ പറഞ്ഞാണോ, അതോ CM അലിയുള്ളാഹി പറഞ്ഞ ഹദീസാണോ, നിങ്ങൾ ചോദിച്ചാളി. ഇനി ഇത് ഹദീസ് ഉള്ളതാണ് എന്നും ഇല്ലാത്തതാണെന്നും 2 വാദം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ഖുദ്സിയായ ഹദീസാണ് എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമില്ലാത്ത ഒരു കാര്യമാണെന്നാണ് എന്റെ മനസ്സിലാക്കൽ കേട്ടോ. ഇങ്ങനെ ഒരു ഹദീസ് വാലിഡ് അല്ല, ഇത് ലൈഫാണ് എന്നാണ് അൽബാനി പറഞ്ഞതായിട്ട് എനിക്ക് അറിയാവുന്നത്. അത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വന്ന ഹദീസും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരമൊരു ഹദീസ് പോലും വിശ്വാസികളുടെ ഈ തരത്തിലുള്ള വിശ്വാസികളെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. വല്ലതും ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ മതിപ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഹദീസ് ഇല്ലാത്തതാണ് എന്നല്ല ഞാൻ പറയുന്നത്, ലൈഫായ ഹദീസ് ആണെന്നാണ് പ്രബലാഭിപ്രായം. നമ്മളാണെങ്കിൽ എടുക്കൂലായിരുന്നു, ഇതാണ് നമ്മൾ പറയാം. നമ്മൾ ലൈഫായ ഹദീസുകൾ എടുക്കാറില്ല. പക്ഷെ ആ ലൈഫായ ഹദീസും ഇല്ലാത്ത ഹദീസും ഇപ്പൊ ഈ അടുത്ത് ഈ നബിദിനത്തിന്റെ സമയത്ത് പല മുദ്രാവാക്യം നബി പറഞ്ഞതായിട്ട് ഹദീസുകളും ഇങ്ങനെ എഴുതിയിടും. അതിലേറ്റവും പ്രബലമായ ഒരു ഹദീസാണ് അനാഥ കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ട് OV വിജയൻ ഹദീസുകളാണ്. ഇങ്ങനെ കുറെ ഹദീസുണ്ട്. ഒരു പഞ്ചസാര തീറ്റ പ്രിയനായിട്ടുള്ള ഒരു കുട്ടിയെ ഉപദേശിക്കുന്ന ഹദീസുണ്ട്. ഇങ്ങനെ കുറെ ഹദീസുകളുണ്ട്. അപ്പൊ ഹദീസ് ഇല്ലാത്തതാണ് ഉള്ളതാണോ എന്നുള്ള കാര്യം ആലോചിക്കുക. വിശ്വാസികളെ ഇങ്ങനെ ഇവർ ത്രസിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് എന്ത് ഹദീസ് കൊടുത്ത് പറയാം. ഒരു തെളിവും വേണ്ട, ഒരു സനദും വേണ്ട, ഒരു ഹലാക്കും വേണ്ട. നമ്മൾ ഉള്ള ഹദീസ് കൊടുത്താൽ, മുഴുവൻ ഹദീസ് എടുത്ത് കൈ കൊടുത്താൽ അത് 2 പീസാക്കി ഇത്ര ഭാഗം ഞങ്ങൾ എടുക്കുള്ളൂ, ഇത്ര എടുക്കൂല എന്ന് പറയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. നമുക്ക് ഗ്രന്ഥം തിരിയൂല, നമുക്ക് ഹദീസ് തിരിയൂല, നമുക്ക് സനദ് തിരിയൂല എന്നൊക്കെയാണ് ഇവർ പറയാ. ഇവിടെ തിരിയണ മൂല്യന്മാരി കാട്ടി കൂട്ടുന്നത് എന്താണ് എന്ന് വിശ്വാസികൾ ആലോചിക്കുക. വിശ്വാസികൾ ഉസ്താദിനോട് തരം കിട്ടുമ്പോൾ ചോദിക്കുക, ഇത് ശരിക്കും ഖുദ്സിയായ ഹദീസ് ആണോ, അങ്ങനെ ഹദീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ എന്താണ് ഖുദ്സിയായ ഹദീസ് എന്നൊരു സംശയം പൊതുവെ ആളുകൾക്ക് ഉണ്ടാവാം. ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഹദീസാണ്. ഈ ഹദീസിനെ കുറിച്ച് വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ആശയം അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ളതും അതിന്റെ വാചകം മുഹമ്മദിൽ നിന്നുള്ളതായിരിക്കും. അതായത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഹദീസ്, അതിൽ തന്നെ ആശയം കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്ത ഒരു ആശയം നബിന്റേതായ വാക്കിൽ പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ് ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്.
ഞാൻ ഇസ്ലാമിലേക്ക് പോയാലും തിരിച്ചു ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭാവിയിൽ വിമർശനത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മളെ പല റെഫറൻസും പലരും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. അപ്പൊ ഇതാണ് ഖുദ്സിയായ ഹദീസിനെ കുറിച്ചുള്ള പൊതുധാരണ. അപ്പൊ എന്താണ് ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹുവിൽ നിന്നുള്ള വചനം എന്നുള്ളതാണല്ലോ ഖുർആനെ കുറിച്ചുള്ള വിശ്വാസം. ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ അതേ വചനത്തിൽ അള്ളാഹു എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത്, പാരായണം ചെയ്തത് അതേപോലെ ജിബ്രീൽ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. നബി അതേപോലെ കോപ്പി അടിച്ചാണ് പറഞ്ഞു കൊടുക്കും. അതായത് വാചക ഘടന, വാക്കുകൾ ഇതെല്ലാം പടച്ചോന്റേതാണെന്നാണ് വിശ്വാസം ഖുർആനിൽ. ഖുദ്സിയായ ഹദീസിലേക്ക് വരുമ്പോൾ ആശയം മാത്രം ഇങ്ങോട്ട് കൊടുക്കും. അതിന്റെ വാചകങ്ങൾ നബിക്ക് യുക്തം പോലെ ഉചിതമായ രീതിയിൽ പറയും. അങ്ങനെ വന്ന ഒരു ഹദീസ് എന്നാണ് ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഖുദ്സിയായ ഹദീസ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഹദീസ് ഉള്ളതാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സംഭവം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കഥ എന്തെന്ന് ആലോചിക്കും. അള്ളാഹുവിന് ആഗ്രഹം ഉദിച്ചു പോലും ഇന്നൊന്ന് നാലാൾ അറിയണം എന്ന് ഒരാഗ്രഹം ഉദിക്കുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ കൊള്ളരുതായ്മകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും നരകം സൃഷ്ടിക്കുകയും പിശാചിനെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത അള്ളാഹുവിന്റെ അവസ്ഥകൾ ആലോചിക്കും. ഒന്നുമില്ലായ്മയിൽ ഒറ്റക്ക് വെറുതെ ഇരിക്കുമ്പോൾ അള്ളാഹുവിനൊരു മോഹം ഇന്ന നാലാൾ അറിയണം. എന്നിട്ടാണ് അള്ളാഹു ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നാണ് ഈ ഹദീസിലുണ്ട് എന്ന് സിംസാർ ഹക്ക് പറയുന്നത്. അതാണ് ശരിയെങ്കിൽ അള്ളാഹുവിന്റെ അവസ്ഥ എന്താ? ഇങ്ങനെ ഒരു പൂതി കയറുന്ന അള്ളാഹുവിന്റെ അവസ്ഥ എന്ന് ആലോചിക്കാം. ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്ന ഒരു അള്ളാഹുവിന് ആഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓർക്കണം, അള്ളാഹു സർവശക്തനും സർവജ്ഞാനിയും സമ്പൂർണനുമാണ്. അള്ളാഹു പൂർണ്ണനാണ്. അള്ളാഹുവിന് ഒരു ന്യൂനതയില്ല. അത്രയും പരിപൂർണനായിട്ടുള്ള ഒരാൾക്ക് അറിയപ്പെടണം എന്ന ആഗ്രഹം ഉദിക്കുമോ? അത് അല്പത്തരമല്ലേ? അല്ലെ? അള്ളാഹുവിന്റെ സിഫത്തുകൾ എന്ന് പറയുന്ന രീതിയിൽ ഇവർ പറയുന്ന പല കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു നിങ്ങൾ പറയുമ്പോൾ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അള്ളാഹുവിന്റെ മാനസികാവസ്ഥയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് അള്ളാഹു തീരുമാനിച്ചത് അള്ളാഹു അറിയപ്പെടണം, ഞാൻ ഇന്ന നാലാൾ അറിയണം എന്ന ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ക്വാളിറ്റി എന്താണ്? എന്താണ് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? ദൈവവിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു ചിന്ത? ഒരു ദൈവം, ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു ശക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒരു സിഫത്ത്, ഈ ഒരു വിശേഷണം അംഗീകരിക്കാൻ പറ്റുമോ? വിശ്വാസികളോടാ ചോദിക്കുന്നത്. വിശ്വാസികൾ ഉത്തരം പറയണം. നമ്മൾ സംസാരിക്കുന്ന വിശ്വാസികളോടാണ്. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കുക, അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇനി അള്ളാഹുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉദിച്ചു, അങ്ങനെ അള്ളാഹു സൃഷ്ടി നടത്താൻ തീരുമാനിച്ചു. ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് വേണ്ടേ? അള്ളാഹുവിന്റെ ആഗ്രഹം അനുസരിച്ച് അള്ളാഹു അറിയപ്പെടണമെന്നും അള്ളാഹുവിനെ നാലാൾ അംഗീകരിക്കണമെന്നും അള്ളാഹുവിന്റെ മാഹാത്മ്യം ജനങ്ങൾ വാഴ്ത്തിപ്പാടണമെന്നും മദ്ഹ് പാടണമെന്നും എന്നെ ആരാധിക്കണമെന്നും എന്നെ തേടി വരണമെന്നും ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് സൃഷ്ടി നടത്തിയെന്ന് പറയുന്നത്. അതിനാണ് മനുഷ്യന് ബുദ്ധി കൊടുത്തത്, അതിനാണ് മനുഷ്യന് ചിന്ത കൊടുത്തത് എന്നൊക്കെ പറയുന്നു. അതിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചതെന്നൊക്കെ പറയുന്നു. ഒന്ന് ആലോചിച്ചു, ഈ ഉദ്ദേശത്തിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്മാരെ അള്ളാഹെ തിരിഞ്ഞു നോക്കില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല. അള്ളാഹുവിന് ആളുകൾക്കൊക്കെ പുല്ലുവലിയും. അപ്പൊ തന്നെ തിരിച്ചറിയണം, താൻ നാലാളുടെ മുമ്പിൽ അറിയപ്പെടണമെന്നും തന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞ് ആരാധിക്കണമെന്നും തന്നെ എല്ലാവരും പുകഴ്ത്തണമെന്നൊക്കെ ആഗ്രഹത്തിന്റെ പുറത്ത് അള്ളാഹു സൃഷ്ടിച്ചിട്ട് അതിലും അള്ളാഹ് പരാജയപ്പെട്ടു അല്ലേ? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എത്ര പേരാണ് അള്ളാഹുവിനെ സ്തുതിച്ചും അള്ളാഹുവിനെ അറിഞ്ഞും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു മുന്നോട്ട് പോകുന്നത്? ഭൂരിപക്ഷം പേരും അള്ളാഹുവിനെ മൈൻഡ് ആക്കുന്നില്ല. പിന്നെ ആകെ നമ്മളെ പോലുള്ള കുറച്ച് വിമർശകരുള്ളതുകൊണ്ട് കുറച്ച് വിശ്വാസികളും അല്ലാത്തവരൊക്കെ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അള്ളാഹ് എങ്ങനെയൊക്കെയാണോ എന്നൊരു സ്വാഭാവികമായിട്ടുള്ള സംശയം തോന്നും. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനെ കുറിച്ച് രണ്ടു വാക്ക് ചിന്തിക്കുകയും ചെയ്യും. ഇതല്ലേ ആകെ അള്ളാഹ്ക്ക് കിട്ടുന്ന ചിന്ത? ഇതല്ലേ അള്ളാഹുവിനെ ആകെ അറിയപ്പെടുന്നത്? അപ്പൊ ആ അർത്ഥത്തിൽ അള്ളാഹു ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ അള്ളാഹു കഴിവുകെട്ട ഒരു സൃഷ്ടാവാണ് എന്നും അള്ളാഹു അതിലൂടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞത്. അപ്പൊ മുന്നിലുള്ള ഒരു ഓപ്ഷൻ, ഒന്നീ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ തലയിൽ ഉദിച്ച ഒരു പുക ആണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ശക്തിയും ദൈവമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ അള്ളാഹു അല്ല. ഈ രണ്ടിലൊരു വിഷയത്തിലേക്ക് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തേണ്ടി വരുമെന്നാണ് എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ആ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ആകത്തുക.